ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ഉള്ളവർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനും കൂട്ടിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താന്ന് ചോദിച്ചാൽ എന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുള്ള ചില ഫോട്ടോസിൽ കണ്ടപ്പോഴത്തേക്ക് അപ്പർ ലിപ്പിന്റെ അവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈ സൈഡ് വരുമ്പോഴത്തേക്ക് ഡാർക്ക്നെസ് അപ്പർ ലിപ്സിന്റെ അവിടെ നന്നായിട്ട് ഡാർക്ക്നെസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് പോയത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് മിക്കവർക്കും ഡാർക്ക്നെസ് ഉണ്ടാവും. മിക്കവർക്കും ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. അത് ചിലർക്ക് നല്ല സ്കിൻ, ഇവിടത്തെ സ്കിൻ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സ്കിന്നും ആയിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം പിഗ്മെന്റേഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതെങ്ങനെയാ മാറിയെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് ഹോം റെമഡീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നത്. ഹോം റെമഡീസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ലേസർ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്ത് നോക്കാമല്ലോ അല്ലെ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അലോവേര ജെൽ. അലോവേര ജെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അലോവേര ജെല്ല് ഞാൻ വാങ്ങുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. അലോവേര ജെല്ല് വാങ്ങിക്കൊണ്ടിരുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഫ്ലേവേർഡ് അല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടും. അലോവേര ജെല്ല് കുറച്ചെടുക്കുക. അന്ന് കുറച്ചുണ്ടാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അലോവേര ജെല്ല്, വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇവിയോണെന്ന് പറഞ്ഞിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എടുക്കുക. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ റോസ് വാട്ടറും കൂടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഒരുപാട് പേര് ഇത് ഞാൻ അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒന്നും കുറയാഞ്ഞിട്ട് ഇത് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആണ്. ചിലർക്ക് മാത്രം അപ്പൊ എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കണമെന്നും. ചിലർക്ക് മാത്രം വിറ്റാമിൻ ഇവിയോൺ ഇടുമ്പോഴത്തേക്ക് ചിലർക്ക് മാത്രം ചെറിയ രീതിയിലുള്ള പിമ്പിൾസ് വരെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നും കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ അലോവേര ജെൽ എടുക്കുക, ഇവിയോൺ എടുക്കുക, വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എടുക്കുക, ഒരു ക്യാപ്സൂൾ വീതം. അത് പകുതി എടുത്താൽ മതി. കൂടുതൽ ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പകുതി എടുത്താലും മതിയാവും. ഇവിയോൺ എടുക്കുക. ഇവിയോൺ എടുത്ത് റോസ് വാട്ടറും കൂടി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിലർ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കും. ഞാൻ അങ്ങനെ അല്ല കേട്ടോ. ഞാൻ കുറച്ചെടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുൾ ഫേസ് ഇടുമായിരുന്നു. ഇവിടെ മാത്രം ഇടണമെങ്കിൽ അവിടെ മാത്രം ഇടാം. ഞാൻ ഫുൾ ഫേസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ നേരത്ത് ഇത് നന്നായിട്ട്, കാരണം അത്യാവശ്യം മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടിയിട്ട് നമ്മൾ ഇമ്മ്യൂൺ തരുന്നതുകൊണ്ട് പിന്നെ അല്ലാണ്ട് പുറമെ മോയ്സ്ചറൈസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് അലോവേര ജെല്ലൊക്കെ ആണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയും. പിന്നെ മോർണിംഗ് സ്കിൻ കെയർ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യും. അത്രയാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. 1-2 ദിവസം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കത്തില്ല. നിങ്ങളിത് കുറച്ച് ദിവസം ഇവിയോണിന് ഇപ്പം ഞാനൊക്കെ വാങ്ങിയ സമയത്തൊക്കെ 28 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രിപ്പ് വരും 10 വരുമ്പോഴത്തേക്ക് ഒരു 40 രൂപ, എബോവ് 40 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. അലോവേര ജെൽ വരുമ്പോഴത്തേക്ക് ചെറിയൊരു വരുമ്പോഴത്തേക്ക് 60 രൂപ അങ്ങനെ. പിന്നെ റോസ് വാട്ടർ അറിയാലോ, റോസ് വാട്ടറും കൂടിയിട്ടാണ്. അപ്പൊ ഇതും കൂടിയിട്ട് നിങ്ങൾ ഇട്ട് നോക്കൂ. അത് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇതും കൂടിയിട്ട് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം വേണമെങ്കിൽ മസാജും കൂടെ ചെയ്തോളൂ. അപ്പൊ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് റിസൾട്ട് പറയണം കേട്ടോ. ഏകദേശം ഒരു മാസമെങ്കിലൊക്കെ ഒരു മാസം അടുപ്പിച്ച് ഇട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ല റിസൾട്ട്, നമ്മൾ നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിട്ട് നോക്കൂ. ഇട്ട് നോക്കിയിട്ട് കുറഞ്ഞിട്ടുണ്ടോ എങ്കിൽ എൻ്റെ അടുത്ത് പറയാം കേട്ടോ. അടുത്ത് ഞാനൊരു ഹോം റെമഡി പറഞ്ഞുതരാം. കടലമാവ്, ഗ്രാം ഫ്ലോർ കടലമാവ് എടുക്കുക. പിന്നെ നാരങ്ങനീര് ഞാൻ ഉപയോഗിക്കത്തില്ല. അലർജിക് അല്ലാത്തവർക്കാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. 1 or 2 ഡ്രോപ്സ് എടുക്കുക. അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ്, പൊട്ടറ്റോയുടെ നീര്, പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക. പിന്നെ കേട് എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ മഞ്ഞൾപ്പൊടി. ഞാൻ മഞ്ഞള് വലുതായിട്ട് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. എനിക്ക് മഞ്ഞൾ വലുതായിട്ട് അങ്ങനെ പിടിക്കത്തില്ല. എന്നാലും കുറച്ച് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കടലമാവ്, മഞ്ഞൾപ്പൊടി, ലൈം ജ്യൂസ് അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ്. ലൈം ജ്യൂസ് ഓക്കെ ആണെന്നുള്ളവർ, നാരങ്ങനീര് ഓക്കെ ആണെങ്കിൽ മാത്രം നാരങ്ങനീര് എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക. ഉരുളക്കിഴങ്ങിന് അറിയാമല്ലോ നല്ല ബ്ലീച്ചിങ് ഏജന്റ് ആണ്. പിന്നെ നമ്മുടെ കേട് അറിയാലോ, ലാക്ടിക് ആസിഡിന്റെ പവർ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്നും ബ്രൈറ്റ് ആക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അപ്പൊ ഇതും ഒരു പാക്കായിട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല, ഇതും ഒരു പാക്കായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ നമുക്ക് മാറ്റം വരും. കാരണം ചിലർക്ക് ഞാൻ തന്നെ കണ്ടു അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു പിഗ്മെന്റേഷൻ മൗത്തിന്റെ അറൗണ്ട് മൗത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് കുറയും. നമ്മൾ കെയർ ചെയ്യണം കേട്ടോ. സ്കിൻ എപ്പോഴും നമ്മൾ കെയർ ചെയ്യുമ്പോൾ ഇരിക്കും. സ്കിൻ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞ ഇവിയോൺ അലോവേര ജെല്ലിയെ നമ്മൾ ഫേസിൽ ഇടാം കേട്ടോ. സ്കിന്നിന്റെ ഫേസിൽ ഇടുമ്പോഴത്തേക്കും സ്കിൻ ഭയങ്കരമായിട്ട് വെളുക്കുമെന്നല്ല ഞാൻ പറയണത്, ഒരു ഒന്നോ രണ്ടോ ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. എന്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് കുറച്ച് ദിവസം കൊണ്ടുപോകണം. അല്ല 1-2 ദിവസം കൊണ്ടുപോയിട്ട് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കും. യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഗ്യാരണ്ടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഈ പാക്കൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇതൊന്നും ഇട്ട് നോക്കുക കേട്ടോ. ഫുൾ ഫേസിൽ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. പിഗ്മെന്റേഷനോ ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കുറയും. എന്ത് ചെയ്താലും പാച്ച് ടെസ്റ്റ് ഉറപ്പായിട്ടും ചെയ്തു നോക്കുക. അത് ചെയ്യാതെ ഒന്നും ചെയ്യരുത്. സ്കിന്നിൽ എന്ത് ചെയ്യുന്നത് ഞാനും പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും നിങ്ങൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതൊന്ന് ചെയ്തു നോക്കിയാൽ. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. കാരണം ഓരോരുത്തർ സംശയം ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കണമല്ലോ. കാരണം അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ അത് കൂടുതൽ ലാഗാക്കി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓരോരുത്തർ ചോദിക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നത്. വേറെ വീഡിയോസ് ഒക്കെ ചെയ്യാം, അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ തന്നെ ചെയ്ത് അങ്ങ് പോകുന്നത്. അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. കാണുന്നവരേക്കും ബൈ.